ഞാൻ ഇന്ന് ഡ്യൂട്ടിക്ക് ചെന്നപ്പോഴേക്കും ഉണ്ടല്ലോ, ഞാൻ ഈ പർപ്പിൾ ഡ്രസ്സ് ഇട്ടുണ്ടോ പോയെ. എല്ലാവരും ചോദിക്കും, നീ എന്താ ഇത് പർപ്പിൾ ഇട്ടേക്കുന്നത്, ഗ്രീൻ ഇടേണ്ടതില്ലോ. ഞാൻ ഇതെന്താ ഗ്രീന്, ഇന്നെന്താ ഗ്രീൻ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോഴേക്കാണ് അവർ പറഞ്ഞത് ഇന്ന് സെന്റ് പാട്രിക് ഡേ ആണ്, ഇന്ന് ഗ്രീൻ ഇടേണ്ട ദിവസമാണ്. അപ്പം നിങ്ങൾക്കറിയോ സെന്റ് പാട്രിക് ഡേസിനെ കുറിച്ച്? അപ്പോൾ സെന്റ് പാട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാത്തലിക്സിന്റെ ഒരു സെയിന്റ് ആണ്. അത് ആക്ച്വലി ഐറിഷ് മിഷണറിയാണ്. അതായത് പുള്ളിക്കാരനാണ് അയർലൻഡിൽ നമ്മുടെ ക്രിസ്ത്യൻ മതങ്ങൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഓർമ്മയ്ക്കായിട്ട് അയർലൻഡിൽ ഭയങ്കര ഫേമസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു സംഭവമാണ് സെന്റ് പാട്രിക് ഡേ. അപ്പോൾ അവർ ഈ ഗ്രീൻ ഡ്രസ്സും ഗ്രീൻ ആയിട്ടുള്ള എല്ലാ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് സെന്റ് പാട്രിക് ഡേ. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാമോ? എൻ്റെ കൂട്ടത്തിൽ അയർലൻഡിൽ നിന്ന് വന്നൊരു സ്റ്റാഫുണ്ട്. അപ്പോൾ പുള്ളിക്കാരിയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അവരിങ്ങനെ വിഷൊക്കെ ചെയ്യും, ഈ സെന്റ് പാട്രിക് ഡേക്ക് എന്തെങ്കിലും ചെയ്യും. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ടീനു ഐ ഗീവ് അപ്പ് മൈ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഓൺ സെന്റ് പാട്രിക് ഡേ. അപ്പോൾ ഞാൻ അതെന്താ അങ്ങനെ വെച്ചപ്പോൾ അവർ എന്തെങ്കിലും ഒരു സംഭവം അവർക്കൊരു വിഷയം, നമ്മൾ ലെൻഡൊക്കെ ചെയ്യുന്ന പോലെ. അപ്പോൾ പുള്ളിക്കാരി ഇന്ന് ചെയ്തതാണ്. അതായത് പുള്ളിക്കാരി ഇന്ന് സെന്റ് പാട്രിക് ഡേ ആണ്. അപ്പോൾ ഇന്ന് പുള്ളിക്കാരി ആൽക്കഹോൾ ഗീവ് അപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അയർലൻഡിൽ ചെയ്യും. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വല്ല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഇതിനകത്ത് കമൻറ്റ് ചെയ്യണം. അപ്പം നെക്സ്റ്റ് സെന്റ് പാട്രിക് ഡേക്ക് ഞാൻ റിമെമ്പർ ചെയ്യും, ഗ്രീൻ ഇട്ടുകൊണ്ട് പോകാൻ കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലത്ര ഫേമസ് അല്ല എങ്കിലും ഓസ്ട്രേലിയയിലും അയർലൻഡും ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഹാപ്പി സെന്റ് പാട്രിക് ഡേ.